FIRുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ക്രിമിനൽ കേസുകളൊക്കെ ആയി ബന്ധപ്പെട്ട് FIR എന്ന് പറയുന്ന വാക്ക് ധാരാളം കേട്ടിട്ടുണ്ടാവും. അപ്പം FIR എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം, കുറച്ചുകൂടി വ്യക്തമാവാൻ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതായത് നമ്മളിങ്ങനെ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ പെട്ടെന്ന് ഒരു കൊലപാതകം കാണുകയാണ്. അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊല ചെയ്യുകയാണ്. അപ്പം നമ്മൾ ആ ഒരു ക്രൈം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിവരം അറിയിക്കുകയാണ്, ഇന്ന ആൾ ഇന്ന വ്യക്തിയെ കൊല്ലുന്നുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് അറിയാത്ത രണ്ടുപേരായിരിക്കും, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇൻഫോം ചെയ്യുകയാണ്. അപ്പം ആ ഒരു ക്രൈമുമായിട്ട്, ആ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ആദ്യം ലഭിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ഇൻഫർമേഷനിൽ പോലീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പോലീസ് അത് ഒരു റിട്ടൺ, നമ്മൾ കൊടുത്ത ആ വിവരം, ആ ഇൻഫർമേഷനെ ഒരു ലിഖിത രൂപത്തിലേക്ക്, അതായത് റിട്ടൺ ഫോമാറ്റിലേക്ക് എഴുതി തയ്യാറാക്കിയിട്ട് നമുക്കത് വായിച്ച് കേൾപ്പിച്ച് ഇത് തന്നെയല്ലേ താങ്കളുടെ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ താങ്കളുടെ പരാതി ഇത് തന്നെയല്ലേ എന്നുള്ള രീതിയിൽ വായിച്ച് കേൾപ്പിച്ച് നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഫ്രീ കോപ്പി തരണം. അപ്പം നമ്മൾ കൊടുക്കുന്ന FIRൻ്റെ ഒരു ഫ്രീ കോപ്പി ലഭിക്കാൻ ഇൻഫോർമൻറ്റ്, അതായത് ആരാണോ ഈ വിവരം അറിയിക്കുന്ന വ്യക്തി, അയാൾക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ്. അപ്പം FIRൽ സാധാരണ നമ്മൾ വായിച്ച് കേൾപ്പിക്കാൻ കാരണം നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും അതിലില്ലേ എന്ന് ഉറപ്പ് വരുത്താൻ നമുക്കൊരു അവസരം കൂടെയാണ് പോലീസ് വായിച്ച് കേൾപ്പിക്കുമ്പോൾ അതിലൂടെ സാധിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഇൻഫോർമൻ്റ് എന്ന് പറയുന്ന ആൾ, അതായത് ആ കാര്യം അറിയിച്ച വ്യക്തി, അയാളെയാണ് നമ്മൾ ഇൻഫോർമൻ്റ് എന്ന് പറയുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും ആവാമെന്നുള്ളതാണ്. ഇപ്പോൾ വിക്ടിമിന് വേണമെങ്കിൽ പോയിട്ട്, ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ കയറി വന്ന ഒരാൾ നമ്മളെ നല്ല രീതിയിൽ തന്നെ മാരകമായ രീതിയിൽ മുറിവേൽപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പം ആ സമയത്ത് ആ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട വിക്ടിമായ നമുക്ക് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇവരെ അറിയിക്കാം. അല്ലെങ്കിൽ ആ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സ്ട്രേഞ്ചറിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്രൈം നടക്കുന്ന വിവരം കിട്ടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കാം. അതായത് FIR ലോഡ്ജ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ ആ വിവരം ആർക്ക് വേണമെങ്കിലും കൈമാറാം എന്നുള്ളതാണ്. ഇന്ന വ്യക്തി തന്നെ ആവണം, അല്ലെങ്കിൽ ആ കേസുമായി എന്തെങ്കിലും ഒരു ബന്ധം വേണം എന്നൊന്നുമില്ല. നമ്മൾ ഇപ്പം വഴിയിലൂടെ നടന്നു പോകുമ്പം രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ നടക്കുന്ന ഒരു ക്രൈം ആണെങ്കിലും നമുക്കത് പോയിട്ട് ഇൻഫോം ചെയ്യാം എന്നുള്ളതാണ്. അപ്പം എല്ലാ കേസിലും FIR രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് കോഗ്നൈസബിൾ ഒഫൻസുകൾ, കോഗ്നൈസബിൾ കുറ്റകൃത്യങ്ങളിലാണ് FIR പോലീസ് രജിസ്റ്റർ ചെയ്യുക. കോഗ്നൈസബിൾ ഒഫൻസ് എന്താണെന്നുള്ള ചോദ്യം, അതിന് ഉത്തരം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, അതായത് താരതമ്യേന വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളായിരിക്കും ഈ കോഗ്നൈസബിൾ ഒഫൻസുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിൻ്റെ സമ്മതം ഇല്ലാതെ തന്നെ, മജിസ്ട്രേറ്റിൻ്റെ വാറണ്ടി ഇല്ലാതെ തന്നെ പോലീസുകാർക്ക് അതിലെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാവുന്നതും പ്രതികളെ അറസ്റ്റ് ചെയ്യാവുന്നതും ഒക്കെയാണ്. അപ്പം അത്തരത്തിലുള്ള മാരകമായ കുറ്റകൃത്യങ്ങളാണ് കോഗ്നൈസബിൾ ഒഫൻസുകൾ. അത്തരം കേസുകളിലാണ് പോലീസ് നിർബന്ധമായിട്ടും FIR രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം ഈ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം, അതൊരു കോഗ്നൈസബിൾ ഒഫൻസ് നടന്നു കഴിയുമ്പോഴായിരിക്കണം. അതുപോലെ തന്നെ പോലീസ് അത് എഴുതി തയ്യാറാക്കി നമുക്ക് വായിച്ച് കേൾപ്പിക്കുകയും, അതായത് നമുക്ക് മീൻസ് ഇൻഫോർമൻറ്റിന് അത് വായിച്ച് കേൾപ്പിക്കുകയും നമുക്കൊരു ഫ്രീ കോപ്പി അതിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. അപ്പം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇങ്ങനെയുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റകൃത്യമാണെന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പം അപ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയും, നിങ്ങളതൊന്ന് എഴുതി തരൂ എന്നൊക്കെ പറയും. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിത് വാക്കാലെ പറഞ്ഞാൽ പോലും പോലീസുകാരത് രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉള്ളവരാണ് എന്നുള്ളതാണ്. ഒരിക്കലും നിയമം നമ്മൾ ഈ ഇൻഫോർമൻറ്റ്, അതായത് ഈ വിവരം അറിയിക്കാൻ പോകുന്ന വ്യക്തിയെ കൊണ്ട് അത് എഴുതിപ്പിക്കണം എന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കുന്നില്ല. നമ്മൾ വാക്കാലെ പോയിട്ട് ഇൻഫോം ചെയ്താലും പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് അത് റിട്ടേൺ ഫോമിലേക്ക് ആക്കി മാറ്റിയിട്ട് നമ്മൾക്ക് തരേണ്ടത്. അല്ലാതെ നമ്മളത് എഴുതി തന്നെ കൊടുക്കണം എന്നില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊന്ന് എഴുതി ഒരു കംപ്ലയിൻറ്റ് ഫോമാറ്റിലാക്കിയിട്ട് വേണമെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ
കുറച്ചുകൂടെ വൃത്തിയായിരിക്കും. ഇപ്പം വിക്റ്റിമായിട്ട് നമ്മൾ തന്നെയുള്ള കേസിൽ നമ്മൾ ഒരു കംപ്ലയിൻറ്റ് ഫോമാറ്റിലൊക്കെ എഴുതി കൊടുത്താൽ അതിന് കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഓറലി ഓർ റിട്ടൺ നമുക്ക് ഒരു ക്രൈമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പോലീസിൽ കൊടുക്കാം എന്നുള്ളതാണ്. പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് അതൊരു റിട്ടൺ ഫോമാറ്റിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ വാക്കാലെ പറയുന്ന കാര്യം ആയതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ അതൊരു കാരണമേ അല്ല എന്നുള്ളതാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വാക്കാലെ പറഞ്ഞാലും പോലീസ് അതിൽ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവാദിത്തം ഉള്ളവരാണ്. ഇനി ചില പോലീസ് സ്റ്റേഷനിൽ പോകുമ്പം നമ്മൾ എത്ര പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയാലും പലപ്പോഴും FIR രജിസ്റ്റർ ചെയ്യാൻ കാലതാമസം വരും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് ഒരു പരിഹാര മാർഗം എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസിനെ ഈ കാര്യം നമുക്ക് FIR രജിസ്റ്റർ ചെയ്യാത്ത വിവരം നമുക്ക് പോയിട്ട് അറിയിക്കാം എന്നുള്ളതാണ്. അപ്പം SP വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് അദ്ദേഹത്തിന് തന്നെ അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള കീഴുദ്യോഗസ്ഥരിലെ ആരെങ്കിലും ആ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി ഉത്തരവിടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമ്പം അവർ FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നമുക്ക് SP ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം. SP ആ കാര്യം ഇൻഫോം ചെയ്യാം. ഒന്നുകിൽ SP തന്നെ അത് അന്വേഷിക്കാം, അല്ലെങ്കിൽ SP കീഴുദ്യോഗസ്ഥരെ കൊണ്ട് SP അത് അന്വേഷിപ്പിക്കാം എന്നുള്ളതാണ് അതിലുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത്. ഇനി അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് FIRമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.